ഞാൻ സെമീന. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന തീം സ്റ്റോറി ടെല്ലിങ് കേക്കാണ്. അത് നമുക്ക് എന്താ നമ്മളെ ലൈഫിൽ എന്താ നമുക്ക് തോന്നുന്ന മെമ്മറീസ്, നമുക്കുണ്ടായ മെമ്മറീസ്, ചില അനുഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കേക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നുണ്ടാക്കുന്ന കേക്കിൻ്റെ ഫ്ലേവർ ടെൻഡർ കോക്കനട്ട് സ്വീറ്റ് പൊട്ടാറ്റോ കേക്കാണ്. നമുക്ക് 4 മുട്ട ആദ്യം പൊട്ടിച്ച് വയ്ക്കാം. പിഞ്ച് ഓഫ് സാൾട്ട് ചേർക്കുക, കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഷുഗർ പൊടിച്ചിട്ടാണ് ചേർക്കേണ്ടത്, കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മൈദ ലെവൽ ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഫ്ലാറ്റായിട്ടുള്ള പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് കേക്ക് വെറ്റ് ചെയ്യാനുള്ള ടെൻഡർ കോക്കനട്ട് വാട്ടറാണ്. അതിൻ്റെ അകത്ത് ഒരു 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഷുഗർ ചേർത്ത് വെച്ച ടെൻഡർ കോക്കനട്ട് വാട്ടറിലേക്ക് നമുക്ക് കുറച്ച് പൾപ്പ് ചേർത്ത് കൊടുക്കാം, ടെൻഡർ കോക്കനട്ടിൻ്റെ. നമുക്കിനി സ്വീറ്റ് പൊട്ടാറ്റോയുടെ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് പൊട്ടാറ്റോയുടെ ഫില്ലിങ്സ് തയ്യാറായിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കോക്കനട്ടിൻ്റെ ഫ്ലഷാണ്. അത് നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം. കേക്ക് നല്ല ചൂടുണ്ട്, 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കണം. അതുകൊണ്ട് നമുക്ക് ചൂടാലെ തന്നെ കട്ട് ചെയ്യാം. കേക്ക് ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സോക്ക് ചെയ്ത് ഐസിങ് ചെയ്യാം. ഇത് ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഷുഗർ, പൾപ്പ്, ഇത് കൂട്ടിയിട്ടുള്ളൊരു മിക്സാണ്. നേരത്തെ തയ്യാറാക്കി വെച്ച സ്വീറ്റ് പൊട്ടാറ്റോ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 ലെയർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് നടുക്ക് 1 ലെയറിൽ മാത്രമേ ഫില്ലിങ്സ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അത് നല്ല തിക്കായിട്ട് തന്നെ കൊടുക്കാം. കേക്കിൽ ഡയറക്റ്റ് സ്പ്രെഡ് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഐസിങ് വിപ്പിംഗ് ക്രീമിൻ്റെ 1 ലെയർ കൊടുക്കാം. കോക്കനട്ടിൻ്റെ പൾപ്പ് ചേർക്കുന്നതിന് മുന്നേ ചുറ്റിലുമായിട്ട് ഒരു ബോർഡർ കൊടുക്കാം ക്രീം കൊണ്ട്. നേരത്തെ മാറ്റി വെച്ച ഫ്ലഷ് ഉണ്ടല്ലോ ടെൻഡർ കോക്കനട്ടിൻ്റെ, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ക്രഷ്ഡ് കാഷ്യൂ ആണ്. 2ാമത്തെ ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുവിധം കേക്ക് ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മേലെ ഔട്ടർ കവറിങ് കൊടുത്തിട്ടില്ല, അതുകൂടി കൊടുക്കും. ഇത് ഫോണ്ടൻ്റ് കൊണ്ട് കേക്ക് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു വർക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് കളർ മിക്സ് ചെയ്യാം. ഈ കേക്കിൻ്റെ ബാക്കി ഭാഗം കൂടി ചെയ്ത് തീർക്കാം.
പറയും നമ്മൾ ഇന്നത്തെ 4ാമത്തെ പെർസെന്റ് അവിടെ. കഥ ഇതുവരെ. യെസ്. എന്ത് കഥയാണ് ഈ കേക്കിന് പറയാനുള്ളത്? കഥ ഇതുവരെ. അതാണ് ബെസ്റ്റ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അടിപൊളി. നല്ലൊരു ടൈറ്റിൽ കിട്ടിയിട്ട് എന്നിട്ട് കഥ ഇതുവരെ എന്ന് പറയാം. കണ്ടു ചേച്ചി. മനസ്സിലായി. എൻ്റെ ലൈഫിലുള്ളത് തന്നെയാണ് ഞാനിവിടെ. ഒരു പുസ്തകമാണ്. എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു പുസ്തകമാണല്ലോ. അതെപ്പോൾ അവസാനിക്കും, ആ താളുകൾ എവിടെ അവസാനിക്കുന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ആ ജീവിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളെടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിരിക്കും, ചിലപ്പോൾ പോസിറ്റീവായിരിക്കും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ ലൈഫിൽ എടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അതാണ്. ഞാൻ 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. 17. അതിനുശേഷം പിന്നെ 18 വർഷത്തോളം ഗൾഫിലായിരുന്നു. അവിടെ കുട്ടികളൊക്കെ അവിടെ സെറ്റിൽഡ് ആയിരുന്നു. ഒന്നും ചെയ്യാറില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും, ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ല. ജസ്റ്റ് എൻ്റെ കിച്ചണിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങൾ മാമിൻ്റെ റെസിപ്പി കുറേ അതൊക്കെയായിരുന്നു കൂട്ട് ആ സമയങ്ങളിൽ. അപ്പോൾ പിന്നെ പല രീതിയിലത്തെ റെസിപ്പീസ് കിട്ടും, അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്യും. ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പെരിമെൻ്റ്. ഇന്നോവേഷനായിട്ടുള്ള ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഹോബി. വേറൊന്നും എനിക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ മൂത്താൾ 10ാം ക്ലാസ് അവിടുന്ന് എക്സാം എഴുതി പാസ്സായി. പിന്നെ ഞാൻ നാട്ടിൽ സെറ്റായ ശേഷം വീടൊക്കെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി. അതിനുശേഷമാണ് ഞാൻ ഒറ്റക്കാവുന്നത്. കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി 4 പേരാന്നല്ല. അപ്പം ഞാൻ മൂത്ത മോനാണ് 24 ഇയേഴ്സ്. ഡോക്ടറാണ്. ഡോക്ടർ ഇനി 6 മന്ത്സ് കൂടി ഉണ്ട്. 2ാമത്തെ ആള് എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. 3ാമത്തെ ആള് 9th, 4ാമത്തെ ആള് 5th. അപ്പം എനിക്ക് ചെറുപ്പം മുതലേ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം എൻ്റെ ഉപ്പൊക്കെ തന്നെ ഒരുപാട് ഇങ്ങനെ കളിയാക്കും, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ. ഞങ്ങളെ ഫാമിലിയൊന്നും അങ്ങനെ സ്ത്രീകളൊന്നും കുറച്ചൊരു ഓർത്തഡോക്സ് ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നാട്ടിൽ വന്ന് സെറ്റായ ശേഷമാണ് ഞാൻ പിന്നെ ഞാനൊരു ഒറ്റപ്പെടെയാണ്. കുട്ടികളെല്ലാം സ്കൂളിൽ പോയി, ആരുമില്ല വീട്ടിൽ. അപ്പോൾ പിന്നെ ലോൺലി അങ്ങനെ വല്ലാതൊരു ഡിപ്രഷൻ എന്നൊരവസ്ഥ. അപ്പോൾ പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു, എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ ബേക്കിംഗ് ഫീൽഡിലേക്ക് വന്നു. ചെറുങ്ങനെ ആദ്യം മുതലേ ചെയ്യുന്ന 8th തൊട്ടേ ചെയ്യുന്നൊരു വർക്കാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ബിസിനസ്സായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് സക്സസ് ആയി. ഇന്നിപ്പോൾ ബേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ സെമിഫൈനൽ റൗണ്ട് വരെ, സെമിഫൈനലിൻ്റെ റൗണ്ട് വരെ. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഒരു സൈഡ് മുഴുവൻ കളർഫുൾ ആണ്. ഇതിൽ ഫുള്ള് ഇതാണ്. ഇത് ഞാൻ എടുത്ത തീരുമാനമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതിലാണ്. ഗ്രീനറിയിലും ഫ്ലോറൽ എല്ലാം കൊണ്ടും തീം അല്ലേ, കുറച്ചൊരു ലൈഫ് സ്റ്റോറി, ഫാമിലി ഓറിയന്റഡ്. എന്റെ ബുക്കിങ്ങിനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് കേക്ക് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്, ഫിനിഷ് ചെയ്തു. ഇനി ജഡ്ജസിന് വേണ്ടി കാത്തിരിക്കാം.